ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി ചേരുന്ന അസുലഭ നിമിഷമാണ് പ്രാർത്ഥന. മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി ചേരുന്ന അസുലഭ നിമിഷമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്തോറും പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ യോഗ്യത നേടിയെടുക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കും തോറും ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക വിധം വലിയ ഉപകരണമായി മാറ്റപ്പെടുന്നു. ആത്മീയ മനുഷ്യനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ആന്തരിക ചൈതന്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവചൈതന്യത്താൽ നിറയുകയും ദൈവസ്നേഹത്തിൻ്റെ വേരുകൾ പാകി അടിത്തറ ഉറപ്പിക്കപ്പെടുകയും ചെയ്യും. ലൗകിക മനുഷ്യന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിലും പ്രാർത്ഥനയുടെ അനുഗ്രഹം അവനും ലഭിക്കും. ലൗകിക മനുഷ്യന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിലും പ്രാർത്ഥനയുടെ സുഖം അവനും അനുഭവിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയുകയില്ല. കാരണം അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ശാഖകളെന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്തോറും ഫലം പുറപ്പെടുവിക്കും. നമുക്കും തായ്തണ്ടായ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വേരുകളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഊന്നിയിരിക്കട്ടെ. അവിടുത്തെ തിരുശക്തിയാൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് വളരാൻ ഈശോ എന്നെ സഹായിക്കട്ടെ.